വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങളിലും നെല്ലിന് സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന അധിക ബോണസ് നിർത്തലാക്കിയ തീരുമാനത്തിലും പ്രതിഷേധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കാക്കനാട് സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ.ജി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും നെല്ലിന് സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന അധിക ബോണസ് നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചും അഖിലേന്ത്യാ കിസാൻ സഭ സായാഹ്ന ധർണ നടത്തി. കായംകുളം, ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കായംകുളം കാക്കനാട് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.ജി. സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഭരണക്രമവും ഭരണ സംവിധാനവും ഒരുക്കുന്നതിന് പകരം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയും തകർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ മേഖലയിലാകെ വൻകിട കോർപ്പറേറ്റുകൾക്ക് സഹായം ചെയ്തുകൊണ്ട് അവരെ ആ മേഖലയിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം പാർലമെന്റിനകത്ത് നിയമപരമായി തന്നെ നടപ്പിലാക്കുന്നതിനുള്ള വലിയ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്തെ കർഷകർ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തി വിജയം കൈവരിച്ച ഒരു നാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കിസാൻ സഭ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ കെ അധ്യക്ഷനായി. CPI ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി എൻ ശ്രീകുമാർ, CPI കായംകുളം മണ്ഡലം സെക്രട്ടറി AS സുനിൽ, കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം L ഉണ്ണിപ്പിള്ള, CPI പത്തിയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R ആനന്ദൻ, കായംകുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ത്യാഗരാജൻ, കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV അജയ്കുമാർ, AITUC ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് SN, മറ്റ് നേതാക്കളായ സന്തോഷ് കട്ടച്ചിറ, K ഗോപികൃഷ്ണൻ, സോമലത, B ബിജു, K പ്രദീപ്, ശ്രീധരൻ നായർ, ഡോക്ടർ പ്രശാന്ത്, ജയകുമാർ നമ്പിയിടത്ത് എന്നിവർ സംസാരിച്ചു. കിസാൻ സഭ കായംകുളം മണ്ഡലം സെക്രട്ടറി K അനിൽകുമാർ സ്വാഗതവും കിസാൻ സഭ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി അംഗം സുരേഷ് കൃതജ്ഞതയും പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം. ചെങ്ങന്നൂർ നഗരസഭയ്ക്കെതിരെയും നഗരസഭയിലെ പ്രതിപക്ഷമായ BJPക്കെതിരെയും മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രസംഗത്തിന് മറുപടിയായി നഗരസഭാ ചെയർപേഴ്സൺ മനീഷ് കീഴാമഠത്തിൽ ആയുർവേദ ആശുപത്രി ഉദ്ഘാടന വേളയിലായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. ചെങ്ങന്നൂർ നഗരസഭയ്ക്കെതിരെയും നഗരസഭയിലെ പ്രതിപക്ഷമായ BJPക്കെതിരെയും ആയുർവേദ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിമർശനത്തിന് മറുപടിയുമായി നഗരസഭാ ചെയർമാൻ മനീഷ് കീഴാമഠത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ആശുപത്രിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്ന ചെങ്ങന്നൂർ നഗരസഭയുടെ ആയുർവേദ ആശുപത്രി എന്നുള്ളത് നീക്കിയത് ചട്ടപ്രകാരമല്ല എന്നാണ് ഉദ്ഘാടന വേളയിൽ മന്ത്രി പറഞ്ഞത്. UDF വിട്ടുനിന്നതിനെ സജി ചെറിയാൻ വിമർശിച്ചിരുന്നു. താൻ ആരെയും കുറ്റം പറയാനില്ല, വികസന കാര്യത്തിൽ എല്ലാവരും യോജിച്ചു പോകണമെന്ന നിലപാടാണ് തനിക്കുള്ളത്. പ്രതിപക്ഷത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല, നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം, അതിന് രാഷ്ട്രീയമില്ല. 2018 മുൻപ് ചെങ്ങന്നൂർ വികസന പ്രവർത്തനങ്ങളിൽ പിന്നിലായിരുന്നു. കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല ജനങ്ങൾ തങ്ങളെ ജയിപ്പിച്ചത്. നാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കരുതിയാണ് ജനങ്ങൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് പിന്നെ തീർക്കാം. പക്ഷേ ചെങ്ങന്നൂർ ഏറ്റവും പുറകിലായിരുന്നു 2016 മുമ്പ്, ഓർത്തോണം. ഇവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങളെയൊക്കെ ജയിപ്പിച്ചത്. അങ്ങനെ ഞങ്ങളൊന്നും ജയിക്കത്തില്ല. അതിനൊന്നുള്ള രാഷ്ട്രീയ ഭൂരിപക്ഷമൊന്നും ഞങ്ങൾക്കില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ രാഷ്ട്രീയം പഠിച്ച ആളാണല്ലോ. ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്, നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചത് ഈ നാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം നിങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടിയുമായാണ് നഗരസഭാ ചെയർമാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. PC വിഷ്ണുനാഥ് MLA ആയിരുന്ന കാലത്ത് നഗരസഭയുടെ ആവശ്യപ്രകാരമാണ് ITI ജംഗ്ഷന് സമീപം 35 സെന്റ് പുറമ്പോക്ക് ഭൂമി ആശുപത്രിക്ക് വിട്ടു നൽകിയതെന്ന് മനീഷ് കീഴാമഠത്തിൽ പറഞ്ഞു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മരുന്ന് വാങ്ങുന്നതിനുമായി വർഷം തോറും നഗരസഭ തുക അനുവദിക്കുന്നുണ്ട്. ഈ വർഷം 40 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം ആയുഷ് വകുപ്പിന് കൈമാറുകയും കെട്ടിടം പണിതതും സ്വാഗതാർഹമാണ്. എന്നാൽ ആശുപത്രിയുടെ ദൈനംദിന നടത്തിപ്പും സാമ്പത്തിക കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നഗരസഭയാണ്. ഏകപക്ഷീയമായി മന്ത്രി പേരുമാറ്റം നടത്തിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിന്നതെന്നും ചെയർമാൻ വ്യക്തമാക്കി.
ചെങ്ങന്നൂർ ആയുർവേദ ആശുപത്രി എന്നൊരു പേരിൽ നഗരസഭ ആയുർവേദ ആശുപത്രിയുടെ പേര് ചെങ്ങന്നൂർ ആയുർവേദ ആശുപത്രി എന്ന് മാത്രമാക്കിക്കൊണ്ട് ഒരു ബോർഡ് അവിടെ വെച്ചതിൻ്റെ പേരിലുള്ളൊരു പരാമർശമാണ് വന്നിട്ടുള്ളത്. ഇത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നഗരസഭയുടെ ആയുർവേദ ഹോസ്പിറ്റലിനായിട്ട് സ്ഥലം വിട്ടുകിട്ടിയത്. ഈ പറയുന്ന 35 സെൻറ്റ് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയത് അന്നത്തെ MLA PC വിഷ്ണുനാഥിൻ്റെ കാലത്ത് ആണ്. ആ പുറമ്പോക്ക് സ്ഥലം ഏറ്റെടുത്താണ് നമുക്കത് സ്ഥലം കിട്ടിയത്. അതിനുശേഷമാണ് ബിൽഡിംഗ് പണിയാൻ പറ്റുന്നത്. അതുവരെ വാടക കെട്ടിടത്തിലെ ബിൽഡിങ്ങിന് നഗരസഭയ്ക്ക് എങ്ങനെ ഫണ്ട് വെക്കാൻ പറ്റുക? വാടക കെട്ടിടത്തിൽ ഉള്ള ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിന് ഗവൺമെൻറ്റിന് ഫണ്ട് വെക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ എല്ലാ വർഷവും ഞങ്ങളുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷത്തെ വെച്ച് നോക്കുക, ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ 40 ലക്ഷം രൂപ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ചിലവഴിക്കുന്നുണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽ പണിയാനായിട്ട് നഗരസഭ ആയുഷ് വകുപ്പിന് കൈമാറിയത്. ആ സ്ഥലത്താണ് ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പുതിയ ബിൽഡിംഗ് പണിത് തന്നത്. പക്ഷേ ആ ബിൽഡിംഗ് പണിയുമ്പോൾ ബിൽഡിങ്ങിൽ മന്ത്രിയുടെ പേര് വെക്കും, മന്ത്രിയുടെ പ്രൊജക്റ്റിൻ്റെ പേര് വെക്കുക, അതെന്തോ ആവാം. പക്ഷേ മൊത്തത്തിൽ നഗരസഭയുടെ ഹോസ്പിറ്റലിൻ്റെ പേര് അത് നഗരസഭ വേണ്ടാന്നൊരു തീരുമാനം അവിടുത്തെ സ്വാഗത സംഘ കമ്മിറ്റിയിൽ വന്നെന്നും അവിടുത്തെ മെഡിക്കൽ ഓഫീസർ തന്നെ ഞങ്ങളെ പല പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നഗരസഭ എന്നുള്ള പേരവിടെ വരണ്ട എന്ന് പറഞ്ഞപ്പം അതെന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചപ്പം പറഞ്ഞ റീസൺ MLA ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വന്ന് അത് വെക്കണ്ട, നഗരസഭ എന്നുള്ള പേരവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതെന്നാണ് അറിയിച്ചത്. ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ആ ആയുർവേദ ആശുപത്രി ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ചെക്ക് എഴുതുന്നത് ഒപ്പിടുന്നത് നഗരസഭാ ചെയർമാനാണ്, അല്ലാതെ മന്ത്രിയല്ല, അല്ലെ MLA അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് സൂപ്പർവിഷനിലുള്ള ഹോസ്പിറ്റലിൽ അതിനകത്ത് നഗരസഭയുടെ പേര് വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങളെയും അവിടെ പ്രോഗ്രാമിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടാക്കി മാറ്റിയത്. CDNet ന്യൂസ് മാവേലിക്കര. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ രാസമയക്കുമരുന്ന് വേട്ട. നേഴ്സിംഗ് വിദ്യാർത്ഥിയെ 32 ഗ്രാം MDMAയുമായി ആലപ്പുഴ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് പിടികൂടി. നൂർനാട് പാലമേൽ പണയിൽ സ്വദേശി ശബരിനാഥ് എന്ന 19-കാരനാണ് പിടിയിലായത്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ നൂർനാട് പാലമേൽ പണയിൽ ശബരിവില്ലയിൽ ശബരിനാഥ് എന്ന 19-കാരൻ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് 32 ഗ്രാം MDMAയുമായി ആലപ്പുഴ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് പിടികൂടിയത്. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ശബരി. ഇയാളിടയ്ക്ക് ലീവിന് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരികയും ആവശ്യക്കാർക്ക് MDMA വാങ്ങി എത്തിച്ചു നൽകുകയുമാണ് ചെയ്തിരുന്നതെന്നും പോലീസ് പറഞ്ഞു. ഇയാളുടെ അക്കൗണ്ട് വഴി പണം എത്തിച്ചാൽ പറയുന്ന സ്ഥലത്ത് സാധനം എത്തിച്ചു കൊടുക്കുകയാണ് ഇയാൾ മാസങ്ങളായി ചെയ്തു പോകുന്നത്. മാന്നാറിൽ കുളക്കടവിൽ 56-കാരിയെ പീഡനത്തിനിരയാക്കി മുക്കിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ചെങ്ങന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. മാന്നാറിൽ കുളിക്കടവിൽ 56-കാരിയെ പീഡനത്തിനിരയാക്കി മുക്കിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ചെങ്ങന്നൂർ DYSP J. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടുന്നതിനായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കേരള പോലീസിന്റെ QRT ടീം ഉൾപ്പെടെ പോലീസ് സംഘത്തിലുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കുളിക്കടവിൽ തുണി നനയ്ക്കാനായി എത്തിയ 56-കാരിയായ വീട്ടമ്മയെ പീഡനത്തിനിരയാക്കി മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ശേഷം ജയിലിൽ നിന്നും അപ്പീൽ ജാമ്യത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ പരുമല കോട്ടക്കമാലി സബീർ ആണ് പ്രതി. CDNet ന്യൂസ് മാന്നാർ. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ചേർന്ന് ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഗാ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് PMAY ലൈഫ് ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം, പാലിയേറ്റീവ് സംഗമം എന്നിവയും നടത്തി. മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര നടൻ ഗിന്നസ് പക്രു മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാനും അവസരം ഒരുക്കി തന്ന ഈ ക്യാമ്പിൻ്റെ മുഖ്യ സംഘാടകരിലൊരാളായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരായ മന്ത്രി സജി ചെറിയാൻ സാറിനോട് ഞാൻ എൻ്റെ ഹൃദയം പറഞ്ഞ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. വളരെ ചുരുങ്ങിയ പരിപാടികൾക്കാണ് അദ്ദേഹം തന്നെ അത്രയും
സ്നേഹപൂർവ്വം വിളിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം നേരിട്ട് എൻ്റെ അടുത്ത് വരികയും ഇങ്ങനെ ഒരു ആരോഗ്യത്തിൻ്റെ മെഗാ ക്യാമ്പാണ് എന്നും ഇതിന് വരാൻ സർവ്വതാ യോഗ്യൻ ആരോഗ്യമുള്ള അജയൻ തന്നെയാണ് എന്നും പറഞ്ഞാണ് അദ്ദേഹം വിളിച്ചത്. എന്തായാലും ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ കാരണം ഇത്തരം നല്ല സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വലിയ കാര്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുധാമണി അധ്യക്ഷയായി. ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെട്രോപൊളിറ്റൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി വിവേക, ജില്ലാ പഞ്ചായത്ത് അംഗം ജി കൃഷ്ണകുമാർ, ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് കുമാർ, പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി സുഭാഷ്, മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മനു, കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് സുരേഷ് മത്തായി, ഡോക്ടർ ഉമ്മൻ വർഗീസ്, സിബു വർഗീസ്, ഇ ദിൽഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ 20-ലധികം വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ പങ്കെടുത്തു. 2000-ലധികം പേർ പരിശോധനയ്ക്ക് എത്തി. CD ന്യൂസ് മാവേലിക്കര. കായംകുളം പോപ്പുലർ അക്കാദമി ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC വിദ്യാർത്ഥികൾക്കായി ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. നഗരസഭ 37-ാം വാർഡ് കൗൺസിലർ പ്രമീള ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം പോപ്പുലർ അക്കാദമി ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC വിദ്യാർത്ഥികൾക്കായി ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. നഗരസഭ 37-ാം വാർഡ് കൗൺസിലർ പ്രമീള ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. 36-ാം വാർഡ് കൗൺസിലർ മിനി അച്ഛൻകുഞ്ഞ് മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ പ്രഭാകരൻ പിള്ള അധ്യക്ഷനായി. ഇതിനോടനുബന്ധിച്ച് മിനി അച്ഛൻകുഞ്ഞ് ബോധവൽക്കരണ ക്ലാസും നയിച്ചു. അധ്യാപകരായ ശ്രീജിത്ത് വള്ളികുന്നം, അനീഷ് പ്രയാർ, വിപിൻ, യാസിൻ, മിനി മോഹൻ, അനു, അൻവിറ്റ, രാജി എന്നിവർ സംസാരിച്ചു. CD ന്യൂസ് കായംകുളം. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം അർഹരായവർക്ക് 1000 രൂപ വീതം നൽകിയ സംസ്ഥാന സർക്കാരിന് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ LDF പാർലമെന്ററി പാർട്ടി അഭിവാദ്യമർപ്പിച്ച് പരിപാടി സംഘടിപ്പിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ ഐ റഫീഖ് നേതൃത്വം നൽകി. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം അർഹരായവർക്ക് 1000 രൂപ വീതം നൽകുന്ന LDF സർക്കാരിന് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ നന്ദി അർപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ വെച്ച 1500-ലധികം വരുന്ന അർഹരായ സ്ത്രീകൾക്ക് 1000 രൂപ വീതം സർക്കാർ നൽകുന്നുണ്ടെന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ LDF പാർലമെന്ററി പാർട്ടിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കേരളമെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിനായിരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും അതിൻ്റെ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 1500-ലധികം വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും 1000 രൂപ വീതം അവരുടെ കൈകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആക്ഷേപങ്ങളാണ് ഈ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലടക്കം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും എതിർ രാഷ്ട്രീയക്കാരായിട്ടുള്ളവർ പ്രചരിപ്പിച്ചത്. അവരുടെ എല്ലാം അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നൽകിയിട്ടുള്ള വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നത്. ഈ അവസരത്തിൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും ഏതാണ്ട് 100-ലധികം വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കുമാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കിയിട്ടുള്ളത്. LDF പാർലമെന്ററി പാർട്ടി ലീഡർ ഐ റഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന മോഹൻ, ബീന പ്രസാദ്, ശ്രീദേവി ഓമനക്കുട്ടൻ, ബിന്ദു രാജേഷ് എന്നിവർ പങ്കെടുത്തു. CD ന്യൂസ് കൃഷ്ണപുരം. കായംകുളം ചിറക്കടവം നടയിൽ കണ്ണമ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവത്തിന്റെ 7ാം ഉത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കായംകുളം ചിറക്കടവും നടയിൽ കണ്ണമ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവത്തിന്റെയും തിരുമുടി എഴുന്നള്ളത്തിന്റെയും 7ാം ദിവസം വിവിധ ചടങ്ങുകളും പരിപാടികളും നടന്നു. രാവിലെ പള്ളിയുണർത്തൽ, നടതുറക്കൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, കീളി അറിയിപ്പ്, ഭാഗവത പാരായണം, ഉച്ചപൂജ, എഴുന്നള്ളത്ത് എന്നിവയ്ക്ക് ശേഷം അന്നദാനം നടന്നു. വൈകിട്ട് നടതുറക്കൽ, തോറ്റംപാട്ട്, തിരുക്കല്യാണ സദ്യ തുടങ്ങിയവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി.
CD Net News, കായംകുളം. ചെട്ടികുളങ്ങര കൈതതെക്ക് വളയൻതറയിൽ സുരേഷ് കുമാർ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃക്കുന്നപ്പുഴയിലെ പകർച്ചവ്യാധി ഭീഷണി. ആരോഗ്യവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് രമേശ് ചെന്നിത്തല MLA. കായംകുളം കരിപ്പുഴത്തോട് മലയൻ കനാൽ എന്നിവയുടെ ആഴം വർദ്ധിപ്പിച്ച് പുനരുദ്ധരിക്കൽ. ജലസേചന വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും 2 കോടി രൂപയുടെ അനുമതി ലഭിച്ചതായി യു പ്രതിഭ MLA. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നേഴ്സിംഗ് വിദ്യാർത്ഥിയെ 32 ഗ്രാം MDMA-യുമായി പിടികൂടി. ആലപ്പുഴ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും ചേർന്ന് പിടികൂടിയത് പാലമേൽ പണയിൽ സ്വദേശിയായ 19-കാരനെ. മാന്നാറിൽ കുളക്കടവിൽ 56-കാരിയെ പീഡനത്തിനിരയാക്കി മുക്കിക്കൊല്ലാൻ ശ്രമിച്ച സംഭവം. പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.